ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീച്ചിട്ട് വലിയ കാര്യത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരിക്കും വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുപോയോ? നല്ല നേരങ്ങത്തിൽ ചൊറുക്കുള്ളൊരു പൂ നിൽക്കുന്നുണ്ട്. അത് പൊട്ടിച്ചില്ലെങ്കിൽ ഇക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. മമ്മാൻ്റെ നിന്ന് കുറേ ചീത്തയൊക്കെയെങ്കിലും ഇതൊരു രസമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഫുള്ള് പൂ കിട്ടിയ പൊലിവിൽ നടക്കുകയായിരുന്നു. പിന്നെ ആ പൂ പിടിച്ചിട്ട് കുറച്ച് ക്ലിപ്സ് എടുക്കണം, അത് നിർബന്ധമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുക്കാൻ നിന്നപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിപൊളിയിൽ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലത്തെ പ്ലാന്റ്സും ട്രീസും ഒക്കെ അത്യാവശ്യം അടിപൊളിയിൽ തന്നെ വളരുന്നുണ്ട് കേട്ടോ, മാഷാഅല്ലാ. അപ്പം അതൊക്കെ ഞാൻ കുറേ നേരം നോക്കിയിരിക്കുമായിരുന്നു. ഈ പൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ അത് പിടിച്ചിട്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പൂവിനൊരു സൈഡിലേക്ക് സേഫായി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് മിറർ കണ്ടത്. മിറർ കണ്ടാൽ പിന്നെ നമ്മൾ ആരായാലും ഫോട്ടോസും വീഡിയോസും എടുക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ടായിരുന്നു. ബൈ കല്യാണ വ്ളോഗാന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് പോവില്ലേ എന്ന് നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് വെഡ്ഡിങ് വൈകുന്നേരമായിരുന്നു, അതുകൊണ്ടാണ് രാവിലത്തെ ക്ലിപ്സ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് റൂമൊക്കെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. റൂം ക്ലീൻ ആക്കണമല്ലോ. അപ്പം നമുക്കൊരു ട്രാൻസിഷൻ ആയാലോ. കിടക്കണു ഇങ്ങനെ. എത്ര നേരം എടുത്ത് ക്ലീൻ ആക്കിയ റൂമാണെന്നറിയോ. ഒറ്റ ട്രാൻസിഷൻ കൊണ്ട് നിങ്ങൾ ഇത്ര വൃത്തിയിൽ കണ്ടത്. കഷ്ടപ്പാട് ചെറുതൊന്നല്ല, എന്നാലും ഈ ലാസ്റ്റ് ലുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയല്ലേ. അതൊക്കെ കഴിഞ്ഞ് വീട് ഫുൾ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ദിവസത്തെ ഡ്യൂട്ടി ആയതുകൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ മമ്മ ടെററാണ്. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഫസ്റ്റ് തന്നെ പോയി വീഡിയോസൊക്കെ എടുത്ത് കഴിച്ചിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ അതും കഴിഞ്ഞ് ടൈം നോക്കിയപ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പപ്പ കോളും കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ കളിയൊക്കെ കാരണം നല്ല ലേറ്റായി. അപ്പോൾ വേഗം പോയി കുളിച്ച് പിന്നെ ളുഹർ നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് മാറ്റാൻ നിൽക്കുമ്പോഴാണ് മമ്മ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളത്. അപ്പം അത്രയും ടൈം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും എൻ്റെ അനിയത്തി വിചാരിച്ചു നമുക്ക് ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി ഇട്ടാലോ എന്നുള്ളത്. അപ്പോൾ ഫോണിൽ കുറച്ച് ഡിസൈൻസ് നോക്കിയെങ്കിലും അവസാനം ഞങ്ങളെ കഴിവ് കണ്ട് തെളിച്ചു കേട്ടോ. മൊത്തം കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സമയം ചുരുങ്ങിയത് കൊണ്ടും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇടാനുള്ള ധൃതി കാരണം നമ്മൾ ചെറിയൊരു ഡിസൈൻസ് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫൈനൽ ലുക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ഇടുക. അങ്ങനെ ആസ് യൂഷ്വൽ ടൈമുണ്ട് എന്ന് വെച്ചിട്ട് അവസാനത്തേക്ക് സമയം വൈകിപ്പിച്ച രണ്ടാൾക്കാരാണ് ഞാനും എൻ്റെ അനിയത്തി കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഡ്രസ്സ് അയൺ ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ വേഗം ഓടിയിട്ട് 10 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് വേഗം അയൺ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. ഞങ്ങൾ വേഗം ബസ്സിൽ കയറി. ബസ്സിലായിരുന്നു പോകുന്നത്. എൻ്റെ ഉമ്മ ദൂരമുണ്ട് പറഞ്ഞപ്പോൾ ഇത്രക്ക് ദൂരമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ബസ്സിൽ ഇരുന്ന് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചേച്ചിനെയും കമ്പനിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ആലോചന ഫോൺ നോക്കാതെ എങ്ങനെ സമയം കളയാമെന്നായിരുന്നു. കാരണം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഈ കപ്പ തലറിഞ്ഞ് ഛർദ്ദിക്കാൻ വരും. അതൊരു സീനാണല്ലോ. അങ്ങനെ പിന്നെ ഇരുന്ന് അവസാനക്ക് ഉറക്കം വരാറായപ്പോഴേക്ക് പിന്നെ മപ്പ് പിടിച്ചു. ആ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ മപ്പ് പിടിച്ചതിൽ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ നല്ല സീനറീസൊന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ്സിൻ്റെ പരിപാടിയാണെങ്കിലും ഒരു 1/4 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്ന് അവസാനം ഭ്രാന്തായിട്ട് അങ്ങനെ നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്. വെയിറ്റ് സ്ഥലം എവിടെയെന്നല്ലേ? അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ കയറി ചെന്ന പാടെ നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സിമ്പിളായിരുന്നു ബട്ട് പവർഫുൾ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും എല്ലാവരും പറയുന്നത് കേട്ട് വളരെ സീരിയസ് ആയിട്ട് മെച്യൂരിറ്റി ഉള്ള ഭാവത്തിലിരിക്കുകയായിരുന്നു.
പോയ പാടനെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് ആ പരിപാടികളൊക്കെ വേഗം കഴിച്ചു. പിന്നെ ഞങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വന്നവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ കല്യാണികൾക്കൊക്കെ പോകാന്നുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഫുഡ് അടിയാണല്ലോ. അപ്പോൾ ഫുഡ് അടിക്കുന്നതിൻ്റെ ഇടയിൽ ആശറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെ കിട്ടിയാലും ഞങ്ങൾ വെറുതെ വിടൂല. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ആമി നീച്ചത്. അവൾ ഉറങ്ങിയായിരുന്നു. നീച്ചപ്പോൾ ആൾ കുറച്ച് ഉഷാറായിട്ട് നമ്മളോട് സംസാരിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളെയും ബോറടിയൊന്നും മാറിയത് കേട്ടോ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കുറച്ചൊന്ന് ഇതായിട്ടുണ്ടായിരുന്നു. ബട്ട് സീനില്ല, ആൾ പാവാണ് കേട്ടോ. പാവാന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കഥയോ കാര്യങ്ങളോ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ കേട്ടെന്നോളും. അതിന് ശേഷം പിന്നെ താത്തമ്മയും ഉമ്മച്ചൊക്കെ പൊരിഞ്ഞ വർത്താനത്തിലായിരുന്നു. കാരണം ഓരോരോ കുടുംബക്കാരൊക്കെ കണ്ട ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മിന്നുവിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് മെയിനാവാനും മറന്നിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പൊരിഞ്ഞ വർത്താനത്തിലായിരുന്നു. അവൾക്ക് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് മിന്നു സംഭവബഹുലമായ എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോരുത്തർ സംസാരിക്കുന്നു ഓരോ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ക്യാപ്ചർ ചെയ്യായിരുന്നു. കാരണം ഇക്കവിടെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇക്ക് കമ്പനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആത്തിഫിനെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മിന്നായം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്കൊന്ന് കയ്യിൽ കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫിസ്താത്താനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഫിമിത്താത്താനും കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാളും ഒരേ പൊളിയായിരുന്നു കേട്ടോ. അവരോട് സംസാരിച്ചിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. താത്തമ്മിൻ്റെ മമ്മയും ഫിമിത്താത്തയൊക്കെ പണ്ട് മുതലേ കസിൻസ് ആണെങ്കിലും ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കേട്ട് എൻ്റെ അനിയത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇയാൾ നമ്മളെ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം കല്യാണത്തിൻ്റെ ഭാഗമാണല്ലോ, അപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരേ ദാഹമായിരുന്നു. അങ്ങനെ സ്വത്തപ്പോൾ നമ്മളെ ഒരു സോഡ സർബത്ത് അങ്ങനെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കടയിൽ കയറിയപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ അച്ചച്ചൻ നമ്മൾ ഉപ്പച്ചിയുടെ ഫ്രണ്ടാണ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ മൂപ്പര് നമുക്ക് ഉപ്പച്ചിയുടെ പണ്ടത്തെ കഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോനത് കണ്ടു പഠിക്കുന്നുണ്ട്. വീട്ടിലൊന്ന് പരീക്ഷിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവർക്കും സർവത്ത് കിട്ടി. അവസാനം ഇക്ക് സർവത്ത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും കുടിക്കുന്നതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ താത്തമ്മാനെ വെറുപ്പിക്കാനും മറന്നിട്ടില്ല. അപ്പോൾ ഇക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇന്ത്യ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒക്കെ കുടിച്ചിട്ട് ഓരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂപ്പരാൾ സെറ്റാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയത് നമ്മൾ ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ പണി ചന്ദ്രനാട് പിടിക്കലായിരുന്നു. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടായിരുന്നു കേട്ടോ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോഴാണ് താത്തമാൻ്റെയും മിന്നുവിൻ്റെയും വക ഒരു സ്നേഹപ്രകടനം. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബസ് കിട്ടിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു. എന്നാലും കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആണ് അവിടേക്ക് എത്തിയത് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു കാപ്പിട്ട് കുടിച്ചപ്പോഴത്തേനും അവർക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി. ഈ കല്യാണ വ്ളോഗിലേക്ക് മനസ്സിലായ ഒരു സംഭവം എന്താ അറിയോ, നോട്ട് എവറി പീപ്പിൾസ് ആർ സെയിം. ചിലവരൊക്കെ എവിടെയെങ്കിലും ആണെങ്കിലും അവർ സ്പെഷ്യലാണ് കേട്ടോ. പക്ഷേ നമുക്കവരെ കിട്ടണം എന്നില്ല. കുറച്ച് ടൈമായിട്ടാണെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനത്തെ കുറച്ച് പേരെ നമ്മൾ ഈ കല്യാണത്തിന് മീറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് യെസ്, ഇതൊക്കെ പറ്റി കാരണമാണ് നമുക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ പറ്റിയത്. അപ്പോൾ താങ്ക്സ് ടു ഹിം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ആൻഡ് ടാറ്റ ബൈ.